സർ, പി വി അൻവർ ഇപ്പോൾ ബേപ്പൂർ പരാജയപ്പെടുമെന്ന് എന്തായാലും ഉറപ്പായി. ഇപ്പോൾ അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് വിട്ടത് അല്ലേ? അല്ല, ബേപ്പൂർ പരാജയപ്പെടും എന്നുള്ളത് നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പി വി അൻവറിനെ പോലൊരു ആളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു എവിടെ മത്സരിച്ചാലും ഇപ്പോൾ വയനാട് മത്സരിക്കുമ്പോൾ അദ്ദേഹം ഒറ്റ വോട്ട് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറനാട് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പിന്നിലാക്കിക്കൊണ്ട് രണ്ടാമതെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈവൻ നിലമ്പൂർ ഏറ്റവും കൂടുതൽ 19,820 വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഇത്തരത്തിൽ വോട്ട് സ്വന്തമായി പിടിക്കാൻ കഴിയുന്ന ഒരു തരംഗം ആ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളാണ് പി വി അൻവർ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു വലിയ മത്സരം കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. പക്ഷെ അദ്ദേഹം പരാജയപ്പെടാനാണ് സാധ്യത എന്നുള്ളതാണ് ഞാൻ എൻ്റെ പ്രഡിക്ഷൻ പറഞ്ഞേക്കണം. കാരണം അത് അത്രയും വലിയൊരു റിസ്ക്കാണ് അദ്ദേഹം ഏറ്റെടുത്തത്. ഞാനത് അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട്, മറ്റേതെങ്കിലും മണ്ഡലം നോക്കിയാൽ പോരാണെന്ന്, എന്തിനാണ് ഇത്ര വലിയ റിസ്ക് ഏറ്റെടുത്തതെന്ന് നേരിട്ട് ചോദിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം. പക്ഷെ രണ്ടാമത്തെ ഏറ്റവും അപകടകരമായ പ്രശ്നം അവിടെ തോറ്റാൽ പിന്നെ ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി എന്താകും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. അതിപ്പോൾ ഓക്കെ, തൃണമൂൽ കോൺഗ്രസ് വിട്ടു എന്ന് പറയുന്നു. തൃണമൂൽ കോൺഗ്രസ് വിടും എന്നുള്ളത് നമുക്കെല്ലാം നേരത്തെ അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം പുല്ലും പൂവാണ് അവരുടെ അടയാളം. ആ അടയാളത്തിലൊന്നുമില്ല അവിടെ നിന്ന് മത്സരിച്ച് അദ്ദേഹം ഒറ്റക്കുള്ള ചിഹ്നത്തിലാണ് മത്സരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്ന് മത്സരിക്കുന്നു. പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കേരള രാഷ്ട്രീയത്തിൽ എന്തായിരിക്കും ഭാവി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ചോദ്യചിഹ്നമാണ്. അല്ല, കട്ടപ്പുകയായിരിക്കും എന്നൊക്കെ നമുക്ക് എഴുത്തള്ളാൻ പറ്റാത്ത ഒരാളാണ്. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നത് ഒരു സംഘടനയെ കൊണ്ട് നടക്കുക എന്നുള്ളത് പിന്നെ അതിനേക്കാൾ വലിയ ശ്രമകരമായിട്ടുള്ള ഒരു പണിയാണ്. കാരണം ഇതൊരു വലിയ ഭാരിച്ച് ചെലവ് വരുന്ന ഒരു കാര്യമാണ്, നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ ഇപ്പം നിരവധി ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഹംസ പാറക്കാട്ട് മുതൽ ഈ പറയുന്ന പോലെ സജീവ പോലെയുള്ള നിരവധി ആളുകളുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇനി എത്ര നാൾ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യം ഒരു അടിസ്ഥാനമില്ല. ഇനി ഇതിന്റെ മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഒരു അത്ഭുതമാണ്, വലിയൊരു മധുരം അദ്ദേഹത്തിന് കൊടുക്കും എന്നൊക്കെയാണ് വി ഡി സതീശൻ വന്ന് പ്രസംഗിച്ചത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം കിട്ടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെ മന്ത്രിസ്ഥാനം കിട്ടിയാൽ വലിയ വളർച്ച കൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ ഉണ്ടാവുക. പക്ഷേ അതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണ് പി വി അൻവർ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം യഥാർത്ഥത്തിൽ എടുത്തിട്ടിക്കണത് അത്ര വലിയൊരു റിസ്ക്കാണ്. കിട്ടിയാൽ വലിയൊരു മെച്ചമാണ്. പക്ഷേ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ എല്ലാ തിക്തഫലങ്ങളും അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കൂടി ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുമായിട്ട് അദ്ദേഹം ഇവിടെ ചേർന്ന് നിന്നിരുന്നെങ്കിൽ പോലും അത് വലിയ പ്രശ്നങ്ങളുണ്ടാവും. അല്ല, അതിൽ വലിയൊരു എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ തലത്തിൽ വലിയ മസിൽ പവറും മാൻ പവറും അതുപോലെ മണി പവറും ഒക്കെ ഉള്ള ഒരു പ്രസ്ഥാനമാണ് TMC എന്ന് പറയുന്നത്. അല്ല, കേരളത്തിൽ അതുകൊണ്ടിട്ട് ബിൽഡൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിന് തന്നെ അതിൽ വലിയ പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തൃണമൂൽ കോൺഗ്രസിന്റെ ആളുകളെ UDF എടുക്കുക എന്നൊക്കെ പറയുന്നത് ഇവിടെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇവിടെ വലിയ ശക്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ട് അത് ഉണ്ടാവില്ല. അതേസമയം ഇപ്പോൾ ഒരു 3, 4, 5% വോട്ടുകൾ പിടിക്കാൻ പറ്റുന്ന ഒരു 7 ലക്ഷത്തോളം വോട്ടുകൾ പിടിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാക്കി ഈ കഴിഞ്ഞ 1.5 കൊല്ലങ്ങൾ കൊണ്ട് അതിനെ മാറ്റാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയും ആ വോട്ട് കിട്ടുന്നത് ഗുണകരമാണെന്ന് വിചാരിച്ചാലേ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല സ്ഥിതി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഈവൻ ചില സ്റ്റെപ്പുകൾ എടുത്തതിലൊക്കെ തന്നെ ചില പാളിച്ചകൾ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അദ്ദേഹം ബേപ്പൂർ പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്, അത് യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ ഒരു പരാജയം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ പറയുന്ന പോലെ G സുധാകരനുമായിട്ടും ഐഷ പോറ്റിയുമായിട്ടും അങ്ങനെ ഒരു ഈ പറയുന്ന പാർട്ടി വിട്ടു വന്നവരുമായിട്ടും PK ശശിയുമായിട്ടൊക്കെ ഒരു സഖ്യത്തിന് ചേർന്നെന്ന് തോന്നുന്നു അല്ലേ? അല്ല, അതൊരു പി വി അൻവർ നേരത്തെ ഏറ്റവും ആദ്യമേ തന്നെ പുറത്തേക്ക് വരുമ്പോൾ പോലും പാർട്ടിയിൽ നിന്നുള്ള ചില ആളുകളുടെ സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അല്ല, അതൊന്നും ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. അത് പറയാൻ നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല. രണ്ടാമത് മുതിർന്ന നേതാക്കളാണ് തന്നെയാണ്. തീർച്ചയായിട്ടും മുതിർന്ന നേതാക്കളുടെ ചിലരുടെയൊക്കെ സപ്പോർട്ട് എന്ന് വിചാരിച്ചിരുന്നു. അല്ല, CPM തകരണം എന്നുള്ളത് മാത്രമല്ല, അവർക്ക് ചില ഒരു വലിയ പാർട്ടിയിൽ 5 ലക്ഷത്തോളം പേര് വരുന്ന പാർട്ടിയാണ്. അതിൽ ചില അസ്വാരസ്യങ്ങളുണ്ടാവും, ചില പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കണം. ഇപ്പൊ പിണറായി വിജയനോ നാളെ ഗോവിന്ദൻ മാസ്റ്ററോ ഒക്കെ കൂടി ഒരു തീരുമാനമെടുക്കുകയാണ്, ഒരു 10 വിസ്മയങ്ങൾക്ക് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എത്ര പേര് CPM വരാൻ തയ്യാറോ? കോൺഗ്രസിൽ നിന്ന് ഒരു 100 പേര് വരാൻ തയ്യാറോ?
മനസ്സിലായി, എല്ലാ മണ്ഡലത്തിലും. അപ്പൊ അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ചില പ്രതീക്ഷകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനുശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ കഴിഞ്ഞ ദിവസം സുരേഷ് ചെന്ന് കണ്ടു. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇതൊന്നും ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. ഇപ്പൊ സുരേഷ് ചെന്ന് കണ്ടു, അതുപോലെ തന്നെ ജി സുധാകരനെ കണ്ടു, അതുപോലെ മറ്റു പല ആളുകളെ കാണുമ്പോഴത്തേക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരു പ്രോ ലെഫ്റ്റായി നിൽക്കുന്ന എന്നാൽ ലെഫ്റ്റിനകത്ത് അസംതൃപ്തരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ കൂടെ ചേർക്കാൻ കഴിയുമോ എന്ന് പറയുന്ന ഒരു പരീക്ഷണമാണ് അദ്ദേഹം നടത്താൻ പോകുന്നത്. പക്ഷെ അതിനെയൊക്കെ PV അൻവറിന്റെ ഒരു പാർട്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് അവരൊക്കെ നടന്ന് കയറുമോ എന്നുള്ള സംശയമുണ്ട്. അല്ല, അത് സംഭവിക്കാനൊക്കെ സാധ്യതയില്ല. പിന്നെ അദ്ദേഹം കഴിഞ്ഞ തവണ കത്തെഴുതിയതൊക്കെ തന്നെ നമുക്കറിയാം. കത്തെഴുതിയപ്പോഴത്തേക്കൊന്നും യു പ്രതിഭ അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. പക്ഷെ അവരൊക്കെ പാർട്ടി വിട്ടിട്ട് ഈ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് വരും എന്നുള്ളതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, രാഷ്ട്രീയത്തില് വളരെ ഓപ്പണായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കോൺഗ്രസിനകത്തുള്ള വലിയ നേതാക്കൾ തന്നെ ഇദ്ദേഹവുമായിട്ട് വലിയ ബന്ധമുള്ള ആളുകൾ ഉണ്ട്. മമതാ ബാനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്നതിലൊക്കെ ചില പങ്കുകൾ വഹിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. കാരണം അവരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അവർക്ക് അവരവരുടേതായിട്ടുള്ള പാർട്ടികളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് പോകാനൊരു ഇടം എന്നുള്ള കൂടിയാണ് അവരെല്ലാം എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ CPM-നകത്ത് നിന്ന് മാത്രമല്ല ഞാൻ പറയണം, CPM-നകത്തും കോൺഗ്രസിനകത്തു നിന്നുള്ള നിരവധി ആളുകളുടെ പല സപ്പോർട്ടുകളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നിലമ്പൂർ എടുത്തിട്ടുള്ള ഒരു നിലപാട്, അല്ലെങ്കിൽ അതിനു മുമ്പ് അദ്ദേഹം പാലക്കാട് തെരഞ്ഞെടുപ്പ് മത്സരിക്കാനും ചേലക്കരയിൽ മത്സരിക്കാനും എടുത്തിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടുകൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ചില ചർച്ചകൾ, ആ ചർച്ചകൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ചില തുറന്നു പറച്ചിലുകൾ, അപ്പൊ അതൊക്കെ തന്നെ വലിയ തോതിൽ ഒരു ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് സ്വാഭാവികമായിട്ട് ഇപ്പൊ UDF-ലേക്കുള്ള എൻട്രി പോലും വളരെ വൈകിപ്പിക്കുകയും ഏറ്റവും ഒടുവിൽ അത്തരത്തിലുള്ള ഒരു എൻട്രിയിലേക്ക് എത്തുകയും ആദ്യം ഇദ്ദേഹം വലിയൊരു ഒരു പർച്ചേസിംഗ് ഒക്കെ നടത്തിയിരുന്നു അവരോട്. ഒന്നല്ലെങ്കിൽ ഈ നിലമ്പൂർ സീറ്റ് വേണം, തിരുമ്പാടി സീറ്റ് വേണം, പിന്നെ അങ്ങനെ പല സീറ്റുകൾ വേണം, മന്ത്രിസ്ഥാനം വേണം, ആഭ്യന്തരമന്ത്രി സ്ഥാനം വേണം, അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ നടത്തിയിരുന്നു. നടക്കാത്തൊരു കാര്യമാണല്ലോ ആഭ്യന്തരമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ വനംവകുപ്പ് മന്ത്രി സ്ഥാനം എന്നൊക്കെ പറയുന്നത്. അത്രമാത്രം പർച്ചേസ് നടത്തിയിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് വെറുതെ വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ ഒരു കേസ് എന്ന് ബേപ്പൂർ പോലൊരു സീറ്റ് താങ്കൾ പറഞ്ഞതിൽ ഫാക്ച്വലി റോങ് ഉണ്ട്. അതെന്ന് വെച്ചാൽ നിലമ്പൂർ ഒരിക്കലും അദ്ദേഹം സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല. നിലമ്പൂർ VSJ മത്സരിപ്പിക്കണം നിലമ്പൂരിൽ ആവശ്യപ്പെട്ടു. അതായത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു പിന്തുണ കൂടി കിട്ടാൻ വേണ്ടി. അല്ല, അത് മാത്രമല്ല, അത് കോൺഗ്രസിനകത്ത് തന്റെ ഒരു സെക്യുലർ നേച്ചറാണ് താനെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആ ഒരു ശ്രമം കൂടി നടത്തിയത്. അതുകൊണ്ട് മാത്രമൊന്നുമല്ലേ, അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സെക്യുലർ നേച്ചറിന് വേണ്ടി ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ പറയാലോ. അതൊന്നുമല്ല കാര്യം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തും അദ്ദേഹത്തിന്റെ ഫാമിലിയും അവർ തമ്മിൽ ബന്ധുക്കളാണ്. ആ ബന്ധുക്കളായിട്ടുള്ള അവർ തമ്മിൽ വലിയ പല ഒരു തറവാടുകൾ തന്നെ തമ്മിലുള്ള ചില വിരോധങ്ങളുണ്ട്. ആ വിരോധങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ ആര്യാടൻ ഷൗക്കത്ത് ഒരിക്കലും ആകരുത് എന്ന് കരുതിയിട്ടാണ് അതിന് നേരെ കൃത്യമായി വെക്കാൻ കഴിയുന്ന ഒരു ആൾ എന്നുള്ള നിലക്കാണ് ഈ പറയുന്ന VS ജോയിയുടെ പേര് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതൊക്കെ ആ സമയത്ത് പറയേണ്ടിയിരുന്നു, ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള മിസ്റ്റേക്ക് ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കോൺഗ്രസിന്റെ പോലൊരു പാർട്ടി പ്രത്യേകിച്ചും അവിടെ നിന്ന് അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് മുമ്പ് അത്തരത്തിലുള്ളൊരു നിലപാട് ഇദ്ദേഹം പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ആ കോൺഗ്രസ് പ്രവർത്തകരുടെ തന്നെ PV അൻവറിന് വഴങ്ങിക്കൊടുത്തു എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാകും. എൻ്റെ ആദ്യത്തെ വിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹം വീണ്ടും അവിടെ നിന്ന് സ്വതന്ത്രനായി കൂടി ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഒരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ UDF-ന് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ അവിടെ തന്നെ പിന്തുണക്കേണ്ടി വന്നാൽ ഇപ്പോഴും MLA ആയിട്ട് ഇരിക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അതായത് അധികാരവും അതുപോലെ തന്നെ ഈ പറയുന്ന CPM-നോടൊപ്പം വേണ്ടുന്ന സുഖവും ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അദ്ദേഹം ഇറങ്ങി വന്നു. ആ സമയത്ത് ഒരു വലിയ മൊമെന്റം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. നിരവധി ആളുകൾ അദ്ദേഹത്തിനെ കേൾക്കാൻ വന്നിരുന്നു എന്നുള്ളതൊക്കെ വാസ്തവമാണ്. നിങ്ങൾ തന്നെ ആലോചിക്കുന്നുണ്ടാവും, എല്ലാ TV ചാനലുകളും ലൈവായി പത്രസമ്മേളനം കാണിച്ചിരുന്നു. കാരണം വ്യൂവർഷിപ്പ് ഉള്ളത് കൊണ്ടാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, PV അൻവർ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, അദ്ദേഹം ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് അദ്ദേഹം അതിനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പാർട്ടി സംഘടനാ ക്രമത്തിലേക്ക് കൊണ്ടുവന്നില്ല. അല്ലെങ്കിൽ താൽക്കാലിക പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തെ കൃത്യമായി ആ സമയത്ത് ഒരു സംഘടനാ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു. കാരണം കേരളത്തിൽ ഇപ്പൊ നിൽക്കുന്ന മിക്കവാറും പറ്റുന്ന ഘടകകക്ഷികൾ എല്ലാവരും തന്നെ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും നിലവിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ്, ഇപ്പൊ ജോസഫ് ഗ്രൂപ്പ് ആണെങ്കിലും മാണി ഗ്രൂപ്പ് ആണെങ്കിലും ഒക്കെ ഒഴിച്ചു വെച്ചാൽ പിന്നെ ആർക്കാണ് ഈ കേരളം മുഴുവൻ വോട്ട് ബേസ് ഉള്ള അല്ലെങ്കിൽ ഒരു സംഘടനാ സ്ട്രക്ചറുള്ള പാർട്ടിയൊന്നും എന്തില്ല. ഇല്ല. ഇപ്പൊ കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹവും ആകെ 4-5 പേരും കൂടി ഉള്ളൂ.
ബാക്കി CPM NCP, സപ്പോർട്ട് ചെയ്യുന്നതാണ് NCP. നിൽക്കുന്നത്. NCP ഇതിനൊന്നും NCP പിന്നെ കുറച്ച് ആളുകളുണ്ടെന്ന് പറയും. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയണത് ഇവർക്കൊന്നും വലിയ ആളുകളില്ല. അതിനേക്കാളൊക്കെ വലിയ സംഘടിത ശക്തിയായിട്ടുള്ള ഒരു ബലമായി മാറാൻ വേണമെങ്കിൽ PV അൻവറിന് കഴിയുമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇത്തരത്തിലുള്ള സംഘടനാ സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് ശ്രദ്ധിക്കാതിരിക്കുകയും നിരവധി പുറത്തു നിന്നുള്ള ആളുകൾ വന്ന് ഇത്തരത്തിൽ സംഘടനയിലേക്ക് ചേരുമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയും ചെയ്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാവി ഇനി നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. എന്തും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ PV അൻവർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്കറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ കണ്ട് എഴുതി തള്ളാൻ കഴിയില്ല എന്നുള്ളത് കൂടിയാണ് എനിക്ക് പറഞ്ഞു നോക്കാനുള്ളത്.